Welcome to Zodiac Exam Series discussion. This is week 14 and we are going to discuss question number 326 to 350. Myself, Hari Krishna, Academic Coordinator of Zodiac Academy. So let's move to the questions. 326, which of the following is an early sign of heart failure? Early sign of heart failure എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഡിസ്നി ആണ് റൈറ്റ് ആൻസർ. ഓർമ്മിക്കുക, നമുക്ക് അവിടെ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്, റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. രണ്ടിന്റെയും സിംറ്റംസ് തിരിച്ചറിഞ്ഞിരിക്കുക. ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയറിന്റെ ഏർലി സൈൻ എന്ന് പറയുന്നത് അവിടെ ഡിസ്നിയ വരാം, ഓർത്തോപ്നിയ, ഫെറ്റീഗ്, കഫ്, ക്രാക്കിൾസ്, ഇതെല്ലാം വരുന്നത് ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ആണ്. വെറസ് റൈറ്റ് ഹാർട്ട് ഫെയിലിയറിലാണ് ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ, അസൈറ്റിസ്, പെഡൽ എഡിമ, ഹെപ്പാറ്റോമെഗാലി, ഇതെല്ലാം വരുന്നത് റൈറ്റ് ഹാർട്ട് ഫെയിലിയറിലാണ്. സോ രണ്ടിന്റെയും ലെഫ്റ്റും റൈറ്റിന്റെയും സിംറ്റംസും സൈൻസും തിരിച്ചറിഞ്ഞിരിക്കുക. Question number 327. Which of the following assessment findings best indicates a positive response to the treatment of cardiogenic shock? Option C ആണ് right answer. Urine output of 60 ml in 2 hours. നമുക്ക് കാർഡിയോജനിക് ഷോക്കിന്റെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അഡിക്വസി ഓഫ് ഫ്ലൂയിഡ് സർക്കുലേഷൻ ആണ്. സോ അഡിക്വസി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ നോർമലി ഒരു 30 മുതൽ 60 ml പെർ അവറിൽ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാവാം. സോ 30 മുതൽ 60 ml, അപ്പൊ 60 ml in 2 hours എന്ന് പറയുന്ന ഒരു ഗുഡ് റെസ്പോൺസ്, ഒരു പോസിറ്റീവ് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് കണക്കാക്കാൻ പറ്റും. 328. Which of the following observations in a neonate first requires further investigation by the nurse? Option B ആണ് right answer. Falling asleep after a few minutes of feeding. That indicates weak sucking and early fatigability. Easy fatigability. So easy ആയിട്ട് അവർ ഫെറ്റിഗ് ആയി പോവാണ്. കൺജനിറ്റൽ ഹാർട്ട് ഡിസീസിന്റെ ഒരു സൈൻ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. സോ അത് റൂൾ ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 329. Which of the following intervention is not appropriate for a client with pericarditis? Option B ആണ് right answer. Ambulate the client for 30 minutes daily. നമ്മൾ പെരികാർഡൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് പെരികാർഡിയം എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ലൈൻ ഓഫ് മാനേജ്മെന്റ് ബെഡ് റെസ്റ്റ് ആണ്. ബിക്കോസ് വെൻ ചെസ്റ്റ് പെയിൻ, ഫീവർ, ഫ്രിക്ഷൻ, ഇതെല്ലാം ഫ്രിക്ഷൻ റബ്ബ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ബെഡ് റെസ്റ്റ് ആണ് പറയുന്നത്, ഒരിക്കലും ആംബുലേറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് പറയുന്നത്. 330. A client with MI develops rales in both lung fields. Which of the following should be the priority consideration? Option B ആണ് right answer. Priority consideration furosemide, Lasix 40 mg IV stat. കാരണം rales in both lung fields indicative of lung congestion. So congestion മാറ്റാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡയോററ്റിക്സ് ആണ്. That will promote the excretion of excess fluid from lungs. അതുകൊണ്ടാണ് നമ്മൾ ലാസിക്സ് ലൈൻ ഓഫ് മാനേജ്മെന്റ് നമ്മൾ എപ്പോഴും കൊടുക്കാറുള്ളത്. നിങ്ങൾക്കറിയാം, പൾമണറി എഡിമയുടെ ലൈൻ ഓഫ് മാനേജ്മെന്റ് പോകുമ്പോൾ നമ്മൾ പറയും ലാസിക്സ്, മോർഫിൻ, നൈട്രേസ്, ഓക്സിജൻ, പ്രോപ്പർ പൊസിഷൻ, ഡോപ്പമിൻ, ഡോബുട്ടമിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാർഡിയോളജിയിൽ പഠിക്കും. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് കോമ്പിനേഷൻ ഡ്രഗ് തെറാപ്പി ഫോർ എ ക്ലൈന്റ് വിത്ത് TB? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ കോമ്പിനേഷൻ ഡോട്ട്സ് ഒക്കെ വന്നല്ലോ, കോമ്പിനേഷൻ ഡ്രഗ് തെറാപ്പി ഒക്കെ എന്തിനാണ്? ടു പ്രിവെന്റ് ദ ഡെവലപ്മെന്റ് ഓഫ് റെസിസ്റ്റന്റ് സ്ട്രെയിൻസ് ഓഫ് TB ഓർഗാനിസം. അതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 332. In a client receiving INH, which data needs to be reported to the physician? റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. എലിവേറ്റഡ് AST ആൻഡ് ALT ലെവൽസ്. INH എന്ന് പറയുന്നത് നമ്മൾ ആന്റി ട്യൂബർക്കുലർ ഡ്രഗ് ആയിട്ട് കൊടുക്കുന്നതാണ്. ആൻഡ് ദാറ്റ് ക്യാൻ കോസ് ഹെപ്പാറ്റോടോക്സിസിറ്റി, ഇൻഡിക്കേറ്റീവ് ഓഫ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പം എലിവേറ്റഡ് AST ALT വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം, ബിക്കോസ് INH ക്യാൻ കോസ് ഹെപ്പാറ്റോടോക്സിസിറ്റി. 333. Which of the following clients is most at risk of TB? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. A 68-year-old client who is taking prednisolone. കാരണം prednisolone എടുക്കുന്ന ഒരു ക്ലയന്റിന് നമ്മൾ സ്റ്റിറോയിഡ്സ് എടുക്കുമ്പോഴത്തേക്കും ഇമ്മ്യൂണോ സപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇമ്മ്യൂണോ സപ്രസ്ഡ് ക്ലയൻസ് ആകുമ്പോൾ they are at risk of TB. 334. A priority care to a client met with RTI, road traffic accident, RTA, among the following is? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഓക്സിജൻ സാച്ചുറേഷൻ ഓഫ് 83% എന്നുള്ളതാണ്. നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ യൂഷ്വലി 95 to 98% ഒക്കെയാണ് പറയുന്നത്. സോ 83% എന്ന് പറയുമ്പോൾ അവിടെ ഹൈപ്പോക്സിയ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മളൊരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നത്. 335. Which of the following drug is contraindicated for a client who is taking theophylline? ഓപ്ഷൻ ബി പ്രൊപ്രനോൾ ആണ് റൈറ്റ് ആൻസർ. കാരണം പ്രൊപ്രനോൾ എന്ന് പറയുന്നത് ഒരു ബീറ്റ ബ്ലോക്കർ ആണ്. അതിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ബ്രോങ്കോസ്പാസം ആണ്. ഒരു പേഷ്യന്റ് തിയോഫിലിൻ കഴിക്കുന്നത് ആസ്മ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ടാണ്. അവിടെയും ബ്രോങ്കോസ്പാസം ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രോങ്കോസ്പാസം കൂടുതലുണ്ടായി പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് തന്നെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് ഈ രണ്ട് ഡ്രഗ്. രണ്ട് ഡ്രഗ് എന്ന് പറഞ്ഞാൽ തിയോഫിലിൻ എടുക്കുന്ന ആൾക്ക് പ്രൊപ്രനോൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. 336. Which of the following assessment parameters should the nurse monitor in a client receiving opioids? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ ഡി റെസ്പിറേറ്ററി റേറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്പിയോയിഡ്സ് നമ്മൾ പഠിക്കും, സൈക്കാട്രിയിൽ ഈവൻ പഠിക്കും നിങ്ങൾ, മോർഫിൻ, ഹെറോയിൻ, പെത്തിഡിൻ എന്നൊക്കെ പറഞ്ഞിട്ട്.
റെസ്പിറേറ്ററി ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ മോർഫിന്റെ ഒക്കെ ആന്റിഡോട്ട് അല്ലെങ്കിൽ നാലോക്സോൺ ഉപയോഗിക്കുന്നു. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. 337. A client received 200 ml of tube feedings. The nurse can administer the next feeding if there is. Option B ആണ് റൈറ്റ് ആൻസർ. Gastric residual volume of 80 ml. Normal gastric residual volume should be less than 50% of the total amount of tube feeding. ലെസ് ദാൻ 50% ആയിരിക്കണം. 200 ml കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ 50% താഴെ ആയിരിക്കണം നമ്മൾ അടുത്ത ഫീഡ് കൊടുക്കുന്ന സമയത്ത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 200ന്റെ 50%, അതായത് 100ൽ താഴെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 80 ml ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 338. Which of the following should be avoided for a client in GERD? ഓപ്ഷൻ സി കോഫി ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് നമ്മൾ എപ്പോഴും ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യണം? സ്റ്റിമുലൻസ് ദാറ്റ് റെഡ്യൂസ് ദ സ്ഫിങ്ക്ചർ കൺട്രോൾ ലൈക്ക് ടൊബാക്കോ, ആൽക്കഹോൾ, ദെൻ ഫാറ്റി ഫുഡ്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറയും. കഫീൻ, കോഫി നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്യണം. 339. A client has an albumin level of 2.8 milligram gram per dl. Which of the following nursing diagnosis is a priority? Option A, fluid volume excess ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് അവിടെ ആൽബുമിന്റെ നോർമൽ വാല്യൂ നമ്മൾ 3.5 to 5 ആണ് പറയുന്നത്. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലിവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആൽബുമിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അസൈറ്റിസ് അല്ലെങ്കിൽ എഡിമയാണ് വരുന്നത്. അതായത് ഫ്ലൂയിഡ് വോളിയം എക്സസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 340. A client was admitted with multiple somatic complaints. Client lab results like sodium 146, potassium 3.2, glucose 180, oxygen saturation 93. Which of the following doctor's order should the nurse question? Right answer ഏതാണ്? ഓപ്ഷൻ ബി, ലാസിക്സ് ഇൻ ദ മോർണിംഗ് ആണ് റൈറ്റ് ആൻസർ. കാരണം പൊട്ടാസ്യത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.2 ആണ് കിടക്കുന്നത്. അതായത് ഹൈപ്പോകലീമിയ ആണ്. അപ്പം പൊട്ടാസ്യം ലാസിക്സ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്? ഒരു പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക് ആണ് അല്ലെ. അപ്പം വേഴ്സൺ ദി ഹൈപ്പോകലീമിയ. അതായത് യൂറിനിലൂടെ പ്രൈമറിലി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം സ്പെയറിംഗ് എന്ന് ഞാൻ പറയുന്നത്, അതായത് അങ്ങനെയല്ല, പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ പ്രൈമറിലി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് കിഡ്നി യൂറിനിൽ കൂടെ പോകും. അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈപ്പോകലീമിയ വേഴ്സൺ ആവുന്ന സാഹചര്യത്തിലോട്ട് എത്തും. അതുകൊണ്ട് തന്നെ ലാസിക്സ് എന്നൊരു ഓർഡർ ഈ കണ്ടീഷനിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ നേഴ്സ് അത് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കണം. 341. Which of the following vitamin is deficient in a client on vegetarian diet? Option D, vitamin B12 ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് animal products are rich in vitamin B12 and plants are not. So vitamin B12 deficiency ഉണ്ടാവുന്നത് വെജിറ്റേറിയൻ ഡയറ്റ് എടുക്കുന്നവർക്കാണ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 342. Which of the following assessment finding in a client on prolonged steroid therapy indicates a complication? So prolonged steroid therapy, option C ഓർമ്മിക്കുക, progressive decrease in height. കാരണം prolonged steroid therapy എടുക്കുമ്പോൾ there will be an increased risk of osteoporosis. ആ osteoporosis കാരണം ഒരു ഡിക്രീസ് ഇൻ ഹൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 343. Typical finding for a client with Alport syndrome. Right answer option B, cola colored urine ആണ്. Alport syndrome എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ക്രോണിക് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് ആണ്. Inherited as an autosomal dominant disorder. Hematuria or smoky colored urine or cola colored urine or red brown urine ഒക്കെയാണ് അതിന്റെ ടിപ്പിക്കൽ ഫൈൻഡിങ് എന്ന് പറയുന്നത്. 344. Which of the following diet is appropriate for a client with calcium oxalate stones? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ആസിഡ് ആഷ് ഡയറ്റ് ആണ്. അവിടെ ഓർമ്മിക്കാനുള്ള എന്താണ്? കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ആസിഡ് ആഷ് ഡയറ്റ് നമ്മൾ പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ്, സ്ട്രുവൈറ്റ് സ്റ്റോൺസ്, ബിക്കോസ് ഡ്യൂ ടു ദർ ആൽക്കലൈൻ കെമിസ്ട്രി. വേറാസ് സിസ്റ്റൈൻ സ്റ്റോൺസ് ആണെങ്കിൽ നമ്മൾ ആൽക്കലൈൻ ആഷ് ഡയറ്റ് ആണ് പറയുന്നത്. സിസ്റ്റൈൻ സ്റ്റോൺസ് ആണെങ്കിൽ ആൽക്കലൈൻ ആഷ് ഡയറ്റ് പറയും. ഓക്സിലേറ്റ് സ്റ്റോൺസും സ്ട്രുവൈറ്റ് സ്റ്റോൺസ് ആണെങ്കിൽ നമ്മൾ അവിടെ ആസിഡ് ആഷ് ഡയറ്റ് ആണ് പറയാറുള്ളത്. 345. Which of the following data suggest metabolic acidosis? തന്നിരിക്കുന്ന ഓപ്ഷനിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. എപ്പോഴും ഓർമ്മിക്കുക, നമ്മൾ ഒരു ബോക്സ് വെച്ച് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. പി എച്ചും PCO2 HCO3 മൈനസിന്റെയും വാല്യൂ നിങ്ങൾ കാണാതെ അറിയായിരിക്കും. pH ഓഫ് ബ്ലഡ് 7.35 to 7.45 ആണ്. PCO2 35 to 45 ആണ്. HCO3 മൈനസ് 21 to 27 ആണ്. നമ്മൾ പൊതുവെ പറയാറുള്ള കണ്ടീഷൻസ് റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്. ഇവിടെ ആകുമ്പോൾ അസിഡോസിസ് നിങ്ങൾക്ക് അറിയാം, pH എപ്പോഴും കുറയുന്ന കണ്ടീഷനാണ്. ഇവിടെ pH കുറയും, അടുത്ത രണ്ട് വാല്യൂ കൂടും. റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആകുമ്പോൾ pH കൂടും, മറ്റു രണ്ട് വാല്യൂ കുറയും. മെറ്റബോളിക് അസിഡോസിസ് ആകുമ്പോൾ എല്ലാ വാല്യൂയും കുറയും. മെറ്റബോളിക് ആൽക്കലോസിസ് ആകുമ്പോൾ എല്ലാ വാല്യൂയും കൂടും. ചോദ്യം എന്തായിരുന്നു? മെറ്റബോളിക് അസിഡോസിസ് ആണ്. ഇവിടെ pHും കുറയും, ലോ ബൈകാർബണേറ്റ് ലെവലായിരിക്കും ഉണ്ടാവുന്നത്. സോ സി ആണ് റൈറ്റ് ആൻസർ. ഇവിടെ നമ്മൾ കോമ്പൻസേറ്ററി അൺകോമ്പൻസേറ്ററി മെക്കാനിസം പഠിക്കണം. ഇവിടെ പൊട്ടാസ്യം ലെവൽ പഠിക്കണം. ആസിഡ് ബേസിന്റെ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്.
346, which is the limit of IQ below which mental retardation begins? Option D ആണ് റൈറ്റ് ആൻസർ. നമ്മൾ MR, that is mental retardation or mentally challenged, significant sub-average general intellectual functioning with deficit in motor skills during the developmental age group എന്നാണ് നമ്മൾ പറയാറുള്ളത്. അവിടെ നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് എന്നാണ് പറയാറുള്ളത്. 50 തൊട്ട് 70, 35 തൊട്ട് 49, 20 തൊട്ട് 34, ലെസ് ദാൻ 20, ഇങ്ങനെയാണ് നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് ക്ലാസിഫൈ ചെയ്തത്. സോ 70ന്റെ താഴെ വരുമ്പോഴാണ് നമ്മൾ MR ലെവലിലോട്ട് പറയുന്നത്. മോസ്റ്റ് ഫ്രീക്വന്റ് പീരീഡ് ഓഫ് ഓൺസെറ്റ് ഓഫ് സ്കീസോഫ്രീനിയ, സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് മോസ്റ്റ് ഫ്രീക്വന്റ് പീരീഡ് എന്ന് പറയുന്നത് മിഡിൽ ഏജ് ആണ്. ഫ്യൂ സ്റ്റഡീസ് അഡോളസന്റ് പീരീഡിൽ അതിന്റെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ പീക്ക് എത്തുന്നത് എപ്പോഴും 35 വയസ്സ് മിഡിൽ ഏജിലോട്ട് എത്തുമ്പോഴാണ് അതിന്റെ ഓൺസെറ്റ് ഏറ്റവും കോമൺ ആയി മാറുന്നത്. ഓപ്ഷൻ സി ആണ്. സ്കിസോഫ്രീനിയ നിങ്ങൾക്ക് അറിയാം, സൈക്കോട്ടിക് ഡിസോർഡർ വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസ്റ്റർബൻസസ് ഇൻ തിങ്കിങ്, മൂഡ്, പെർസെപ്ഷൻ ഒക്കെയാണ് പറയുന്നത്. 348, പ്രൈമറി സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ അക്കോർഡിംഗ് ടു ബ്ലൂലർ ആർ ഓൾ എക്സെപ്റ്റ്. യൂജീൻ ബ്ലൂലറിന്റെ 4A നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓട്ടിസം, ആംബിവാലൻസ്, അസോസിയേഷൻ ലൂസ്നെസ്, അഫക്റ്റീവ് ഇൻകോൺഗ്രുവിറ്റി. സോ ഡിസോർഡർ ഓഫ് അഫക്റ്റ് ആണ് അഫക്റ്റീവ് ഇൻകോൺഗ്രുവിറ്റി എന്ന് പറഞ്ഞത് സംസാരിക്കുന്നതും എക്സ്പ്രഷനും തമ്മിലൊരു ബന്ധമില്ലായ്മ. ഇപ്പൊ ചിരിച്ചുകൊണ്ട് എന്റെ ഒരു അപ്പം മരിച്ചുപോയി, അല്ലെങ്കിൽ വളരെ കരഞ്ഞുകൊണ്ട് എനിക്ക് 1ാം റാങ്ക് കിട്ടി എന്നൊക്കെ പറയുന്നത് മൂഡ് ഇൻകോൺഗ്രുവിറ്റിയാണ്. ലൂസനിങ് ഓഫ് അസോസിയേഷൻ, അസോസിയേഷൻ ലൂസ്നെസ്, ബന്ധമില്ലാതെ സംസാരിക്കുക. ആംബിവാലൻസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ഒബീഡിയൻസ് എന്നുള്ളത് നമ്മുടെ 4A ഉൾപ്പെടുന്നതല്ല. എക്സെപ്റ്റ് ആണ് ചോദിച്ചത്. ഡി ആണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് മെച്യൂർ ഡിഫൻസ് മെക്കാനിസം. നമ്മളൊരു 15ഓളം ഡിഫൻസ് മെക്കാനിസം സൈക്കാട്രി ക്ലാസ്സുകളിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക. ഡിഫൻസ് മെക്കാനിസം നമ്മൾ അൺകോൺഷ്യസ്ലി വി ആർ ഡൂയിങ് ടു നമ്മുടെ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മളുടെ ഇപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീക്ക് സ്റ്റിമുലസിലൂടെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നു. മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് ആൻസർ ആൾട്രൂയിസം ആണ്. ഒരു മെച്യൂർ ഡിഫൻസ് മെക്കാനിസം ആണ് ആൾട്രൂയിസ്റ്റിക് ലെവൽ, ആൾട്രൂയിസം ആണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 350, ഓൾഡ് പീപ്പിൾ ആക്ട് ലൈക്ക് ചിൽഡ്രൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഡിഫൻസ് മെക്കാനിസം? നമ്മൾ വയസ്സായ ആൾക്കാർ ഒരു ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കുന്നു. അതാണ് ഓപ്ഷൻ ബി റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടെമ്പർ ടാൻട്രം ഇൻ അഡൾട്സ് ഓർ തം സക്കിങ് ഇൻ അഡൾട്സ്, നമ്മുടെ സ്ട്രെസ് മാറ്റാൻ വേണ്ടി നമ്മൾ തം സക്കിങ് ഇതൊക്കെ ചെയ്യുന്നതിന് നമ്മൾ റിഗ്രഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ? സോ കോമൺലി നമ്മൾ പറയാനുള്ള റിപ്രഷൻ, ഒരു ട്രൂ ഫ്രണ്ടിന്റെ സക്സസിൽ നമ്മൾ അൺകോൺഷ്യസ്ലി ജലസ് ആയിരിക്കുന്ന അവസ്ഥ, റിഗ്രഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, അൺഡൂയിങ്, റിയാക്ഷൻ ഫോർമേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡിനയൽ, സബ്ലിമേഷൻ, ഇത് ഏതെങ്കിലുമൊക്കെ മാറി ചോദിക്കും. എല്ലാം നമുക്ക് എക്സാമ്പിൾ വെച്ച് പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്കാട്രി പഠിക്കുമ്പോൾ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇതെല്ലാം മനസ്സിലാക്കുക, എല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഇപ്പൊ 350 ചോദ്യം നമ്മൾ ഡിസ്കഷനിലായിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് എ ഗുഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരുവിധം സാമാന്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചേർത്താണ് ഇട്ടേക്കുന്നത്. സോ എൻജോയ് ലേണിംഗ് വിത്ത് സോഡിയക് അക്കാഡമി. താല്പര്യമുള്ളവർക്ക് നമ്മുടെ പുതിയ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.